ഗൈസ് അപ്പം ഞങ്ങൾ തേർഡ് ഡേ അവിടെ കാനൺ ഫെയറിന് പോവാണ്. ഇവിടെ ചെറിയ മക്കൾ ഒരു ID കാർഡ് വാച്ച് എടുക്കണമാതിരി ഇടാത്തൊക്കെ വാച്ചിരുന്നവർ ഇപ്പോൾ ഒരു ID കാർഡ് ഇടില്ല പറഞ്ഞ് ഞാൻ അവിടുത്തെ കയറ്റിട്ട് നോക്കാം. മൂപ്പര് ഉറങ്ങിയിട്ട് കുറച്ചധികം ലേറ്റായി പോകും വെല്ലടിച്ചിട്ട് എടുത്തില്ല. നമ്മൾ ആരും അറിയില്ല ഗൈസ്, നല്ല ഉറക്കാണ്. എന്താ മഴയൊക്കെ പെയ്തു പോകുന്നുണ്ട്. നമ്മൾ വന്നു, മഴ പെയ്യുന്നു, നാച്ചുറൽ അല്ലേ. സോ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന മാർക്കറ്റ്, അതിലൂടെ നമ്മളിങ്ങനെ മെട്രോയിലേക്ക് പോകാണ്ടിരിക്കുകയാണ്. അവിടെ 2-3 സ്റ്റോപ്പുണ്ട്. ഞാൻ അന്നേരം നടക്കാനുള്ള ദൂരം വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു, പക്ഷേ വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ല, കുറച്ച് മെട്രോയിൽ പോകണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈസിലി ആക്സസിബിൾ ആണ് മെട്രോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്തിട്ട് പോകാം, കാണാം. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് കാനൺ ഫെയറിലേക്ക്. ഇത് ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. നല്ല തുടക്കം. അങ്ങനെ നമ്മൾ കാനൺ ഫെയറിലെത്തി. ഇത് ഈ ഭാഗത്തേക്ക് നമ്മളില്ല, അത് പോട്ടെ. ശ്രീലങ്കനെ നമ്മൾ നോക്കാം. ഞാനുണ്ട് അല്ലേ, സെറ്റാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ്റെ ഇന്ത്യ. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കിൻ കെയറിൻ്റെ മൊത്തം ഏരിയ കൂടെയാണ്. അതെന്തോ സ്ക്യൂബ ഡൈവിങ്ങോ എന്താ സാധനം, എന്തോ VR-ൻ്റെ വെറൈറ്റി സാധനങ്ങൾ നടന്നിട്ടൊക്കെ ഉണ്ട്. ഏതായിട്ടും സംഗതി തിരക്കിടില്ല കാനൺ ഫെയർ. ഗൈസ്, അടിപൊളി ഇന്നോവേഷൻസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് പല രീതിയിൽ. ലൈക്ക് നമ്മളൊരു ഏരിയ മാത്രമാണ് ഹൈലി ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലാത്ത ഏരിയസിൽ നമ്മൾ ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ കാനൺ ഫെയർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് ഇവിടെ വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം മാത്രം പുതിയൊരു സാധനം തുടങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടത്തേക്ക് ഒരു ഹൈ ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് ഹൈലി റെക്കമെൻഡ്. ഗൈസ്, ഇതെത്താ വപ്പടം ഉണ്ടാക്കണമെന്ന് ചോദിച്ചാണ്ട് ആളത്തിന് വപ്പടത്തിന് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ അല്ലേ ഗൈസ്. ഇത് ലീഡിങ് എഡിബിൾ പ്രിന്റിംഗ് ആണ്. അതായത് ഫുഡ് കഴിക്കണേൽ ഫുഡ് കഴിക്കണ പ്രിന്റിങ്, ലൈക്ക് പ്രിന്റ് അടിച്ച സാധനം ഫുഡ് കഴിക്കാൻ പറ്റും. കേക്കിൻ്റെ മുകളിലൊക്കെ അല്ലേ നമ്മളവിടെ, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ബിസ്ക്കറ്റ്സിലൊക്കെ ഉണ്ട് ഗൈസ്. ഗുഡ് ഇന്നോവേഷൻസ്. ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് ഇവിടുന്ന് ഒരു സാധനം വരുന്നുണ്ട്. വ്ലോഗ് കണ്ടിട്ട് പറഞ്ഞാൽ മതി. അതൊക്കെ ഇവിടെ പോക്കറ്റിലാക്കിയാണ് ഇങ്ങനൊരു മനുഷ്യൻ. ഇവിടെയൊക്കെ ടേസ്റ്റ് നോക്കാനേ സാമ്പിൾ നോക്കാനായിട്ട് ആൾക്കാർ വരാം. അബ്ബാസിന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് തായ്ലാൻഡിലെ ദുറിയാൻ. സൂപ്പർ സാധനമാണ്, എല്ലാവരും മസ്റ്റ് ട്രൈ. വീണ്ടും ബാസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളവിടെ നിന്ന് കാനൺ ഫെയറിന് മീറ്റ് ആയിട്ടുണ്ട്. വമ്പിച്ച ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സമാധാനം കിട്ടിയ സ്റ്റോർ ഇതാണ് ശ്രമിക്കുന്ന അൽ ഫൈസൽ. എന്തോ ഐഡിയ കത്തിന്. ആ ഹൈവാ ഡീൽ ഡൺ 130ാമത്തെ കാനൺ ഫെയർ ആണത്. ഓക്കെ, ചേർക്കേ ഒരു 500 നാട്ടിക്കില്ലേ ഞങ്ങളില്ല. ഓക്കെ, താങ്ക് യു. ഇത് നൂറ ഫത്തേന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ലേസർ ട്രീറ്റ്മെന്റ്. പക്ഷെ ഇപ്പം നമ്മളുള്ളത് ഒരു മസാജിൻ്റെ ഒക്കെ ഒരു ഏരിയയിലാണ്. സോ അവിടെ കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് മസാജിങ്ങിൻ്റെ പരിപാടീസൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നമ്മളെ നീസിലേക്ക് പോകുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയെന്നുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് എത്തിനെ ലോഡ് ജി. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയറിലാണ് മൊത്തത്തിലുള്ളത്. ഇവിടുത്തെ ഓരോ ആക്സറീസും അവിടെ മൊത്തത്തിലുള്ള എന്തൊക്കെയോ സാധനം ആള് കയറിയിട്ട് ടെക്നോളജിയാ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ആണ് ഗൈസ്. ഇറ്റ്സ് എ ബഹർ. ഇവിടെ 2 ദിവസം 3 ദിവസം നടന്ന് കാണാനുണ്ട്. സോ അതിനനുസരിച്ച് കാണാനുള്ള ഒരുക്കത്തിലാണ്. എനർജി കയറ്റട്ടെ. നടന്ന് കാല് തീരുമാനമാണ് കേട്ടോ. സോ ലെറ്റ്സ് സീ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഏതൊക്കെ
ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെന്നൊരു ഐഡിയ ഇല്ല. ഫുൾ രാജ്യത്തു നിന്നും ആൾക്കാരുണ്ടെന്ന് കൺഫേം ആണ് കേട്ടോ. കിഡ്സിന്റെ ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കണേ. ഇനി നമ്മളെ സെഷനിലേക്ക് പോവാണ്. സോ ഇവിടുന്ന് അധികം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ല. നിങ്ങൾ മാജിക് ലാമ്പിന്റെ ഔട്ട്ലെറ്റ് വന്നിട്ട് നിങ്ങൾ കാണാം ഇവിടെ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പിക്ക് ചെയ്തെന്നുള്ളത്. സോ വലിയ ഈ ഒരു ഏരിയ മൊത്തം നമുക്കുള്ളതാണ് ശരിക്കും. സോ അതിലേക്ക് എൻട്രി ആണ്. ബായ്. ഇതവിടെ ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഫൈസൽജി ഇപ്പോഴും സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലെ ബിസിനസ്സിന് ഒരു കോട്ടും തട്ടാതെ. കുറെ സൂപ്പർ ചെയർസും ടേബിൾസും ഒക്കെ ഉണ്ട് ഗൈസ്. ആൻഡ് ഇതാണ് അവരുടെ ബ്രാൻഡ്. കുറച്ച് സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഗുഡ് ഗുഡ് വൺ. Go and visit this website and all things. This is good. Our boss is simply sitting. Simple man. Simple man. He's from Mongam. Mongam. You know Mongam? Greatest city in India. Mongam. Say Mongam. Mongam. Mongam means his place. His mansion. Mongam. His mansion. Big bungalow. Big mansion. Rich boy. Father king. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ക്യാൻറ്റീൻ ഫെയർ ഇതാ ഏകദേശം ഇവിടെ 5 മണി കഴിഞ്ഞു. സോ ഇന്നത്തെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മളിതാ കുറേ വെൻഡേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്, കുറേ വെൻഡേഴ്സുമായിട്ട് ഡീലാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നാളെയും വരണം. ഒരു ഏരിയ മാത്രം നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ ടോയ്സിൻ്റെ. സോ നമുക്ക് നോക്കാം. ബായ്. ഇനി റൂമിലെത്തിയിട്ട് ഇന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിഷ്വൽസ് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർന്നതായിരിക്കും. ഓക്കെ. പെട്ടെന്ന് ആൾക്കാരുടെ ഒരാളെ കാണാതായി. അവിടെ ഇരിക്കണ്. സൈഡാണ് അവിടെ എന്തോ പൊളിക്കുന്നുണ്ട്. ആ പൊളിക്കണേൻ്റെ വലിയ മിക്കവാറും വരും. 30 RMB വാങ്ങ്. Yeah. What's your name? What's your name? My name is Chang Pong. Chang Pong. Oh, nice name. How old are you? Age. Wow. Magic. One piece. ആ മായകോ പാവുണ്ട്. എനിക്ക് ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും നന്നായി ടയർഡാണ്. ഒരുപാട് നടന്നു. അതേപോലെ തന്നെ നമ്മളെ മന്തി സ്പോട്ടിൽ പോയി ഇന്ന് കാബിരി അങ്ങനത്തെ ഒരു സാധനം കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സോ അടുത്തുള്ളത് കാണും വരെ ബൈ. ഉറങ്ങട്ടെ, ക്ഷീണം മാറ്റട്ടെ.